Can you tell me how you feel about you and me? Walking around like two tourists set out on a scout. I've been waiting for that day to come. Let's go on a crazy trail. Seeing things will go insane. Together we won't contain the happiness that flows within. In the land of rising sun, eating sushi under the moon, I can tell you all about how I fell in love with you. Drinking boba, driving in the car, singing out loud our favorite songs. Late night parties, dancing in the dark. I've been waiting for that day. We're climbing up Fujiyama at sunrise. The cherry trees blossoming, bringing colors to our lives. Let's go on a crazy trail. Seeing things will go insane. Together we won't contain the happiness that flows within. In the land of rising sun, eating sushi under the moon, I can tell you all about how I fell in love with you. Hold my hand, let's go to a world that's filled with love and snow. Stop the clock, let's take it slow. Together hold on to the afterglow. Hold my സംഗീതത്തിലെ പുസ്തകമായ 91 അധ്യായം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതം, എന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്നെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തോലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറികളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും കട്ടിച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിന് നീ വാസം അർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തെ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. I give you my life, I give you my trust, Jesus. You are my God, you are enough, Jesus. Jesus. My heart is yours, my heart is yours. Take it all, my
അവസാനിക്കുന്നത് വരെ ഇതിൽ പങ്കുചേരണം എന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരോടും നമ്മൾക്ക് എണീറ്റ് നിന്ന് പ്രാർത്ഥിച്ച് പിന്നീടുള്ളതായ അവസരങ്ങൾ നിങ്ങൾക്കറിയാമെന്ന്, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിലും അനേകം കൂദാശകളിൽ സംബന്ധിച്ചിട്ടുള്ളവരാണ്. ഇരിക്കാൻ അനുവാദമുള്ള സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കുചേരാൻ, ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം എന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കലൂടെ ഇരിക്കുന്ന എല്ലാവരോടും എണീറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ 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 ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനും ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനും ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സൃഷ്ടിയെ കണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിന്നുള്ളതാകുന്നു. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവരെയും മറ്റവരെയുമേ പാപികൾക്ക് വേണ്ടി ഓരോപ്പോഴും നമ്മുടെ സമയത്തും രണ്ട് ലോകങ്ങളിലും എന്തിലേക്ക് ചെയ്യപ്പെടുമാറാകണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകൊണ്ടോണം. അക്ഷയമായ സന്തോഷത്തിന്റെ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആരാധിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കഴിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠതയോടുമായി തീരണമേ. നിന്റെ ആദികാലം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വാത്സല്യവാന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. എന്റെ പാപത്തോടെ എനിക്ക് വിരോധമായിരിക്കുന്നു. തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുഖത്തിന് ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്നെ ഞാൻ അറിയിച്ചു, എന്റെ
നിന്റെ സോപാനത്തെ കളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉത്സവത്തിലേക്കാണ് ഞാൻ വെണ്മയാകും. എന്റെ സന്തോഷവും ആനന്ദവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്നെ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ചെന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെളിപ്പെടുത്തലേ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള പുതുതാക്കണമേ. നിന്റെ രൂപിൽ നിന്ന് തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കുകയും വരുതേ. രക്ഷയിലേക്ക് തിരിച്ചു തരണമേ. കൃപക്കാരൻ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതയിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാമം നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിലേക്ക് തുറക്കണമേ. എന്റെ വായു നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവോ. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കും. ആകാശത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി ഇഷ്ടകാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്ത ഗുണമുള്ള ഐക്യമത്യം ഉണ്ടാവുകയും ചെയ്യണമേ. Bye.
നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യനായി തീരുമാനമേ. വിജാതിപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ അംഗങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്നെ വിജയരക്തത്താലങ്ങളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്ത് താൻ തന്നെ അവൾക്ക് അവരായി തീരുകയും അശുദ്ധ വിശ്വാസങ്ങളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ ഘടകങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ ജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹിതന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്കായി സന്നിരിക്കുന്ന ദിവസങ്ങൾ മുഴുവനും സ്ത്രീ ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സ്വഭാവപരിജ്ഞാനത്തിൽ അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാനങ്ങളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവിയുമായ ദൈവമേ, നീ അനശ്വര വെടിപ്പുള്ള പൂർവ്വമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അനുകരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്തവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളോസനം കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വസം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടുവന്നോ അതിനെ നിശ്ചയം നടത്തി അതിനെ നിനക്ക് തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചോക്കുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങളതിന് മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് അതിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽകുത്താൻ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹിതന്മാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ച നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായി ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണനും ധർമ്മമുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും വന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണം. ദൈവമായ കർത്താവേ, യത്തിലും മരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. അനശ്വരമായ ഉണവറിയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയും ഇടപെടാതെ സന്തോഷത്തോടെയിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, മുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴുകയും തിരുവനന്തപുരത്ത് നിന്ന് തൃപ്തിവരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
രാജ്യങ്ങളുടെ മധ്യസ്ഥത മൂലം പരസ്പരം വിവാദിശം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളമേശ്വർ നീവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമല്ലാത്തേക്കും ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം തന്മനത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുമാറാകണമേ. ഓശോ ഭഗവത്സ്മാന്തമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സമാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. സമ്പൂർണമായ ബലത്തിലെ അദൃശ്യമായ ദിക്കിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നപോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രവർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സുസ്ഥതയോട് ഹൃദയസുഖ
സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധമായി സ്തുതികരേറ്റുമാറാട്ടെ. മറക്കുമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷേകത്തിൽ പോലും പൂർത്തീകരിച്ച ദൈവമായ പരസ്പരം ആശീകരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാകുകയും ഇവർ ഭരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹം നിലനിർത്തുകയും പരിപാലനവരെ അനുഗ്രഹിക്കുകയും വിനയത്താലവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും കൃപയ്ക്കാരുടെ വിവാഹത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ ലക്ഷ്യാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമേറിയ വെളിപ്പിൽ മുദ്രകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ തരത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും തരുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോഷാനുഷ്ഠങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാകരമായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ ലോകത്തിന്റെ ദുർബല മാർഗത്തെ വശമാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഈ നിന്റെ മക്കളെ അവിടെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസനോട് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സഹവാസം ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ വിലങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ സ്നേഹമായ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളുവേ. പരിശുദ്ധ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകളെ വർഷിക്കുകയും ചെയ്യുവാനാകണമേ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ
കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വിവാഹ കൂദാശയുടെ ആദ്യ ഭാഗം ഇപ്പോൾ ഇവിടെ പരിസമാപിച്ചിരിക്കുകയാണ്. അനുവിൻ്റെയും അതോടൊപ്പം തന്നെ എമിലിൻ്റെയും കുടുംബജീവിതത്തിൻ്റെ ആ കൗദാശികമായിരിക്കുന്ന ശുശ്രൂഷയുടെ ആദ്യ ഭാഗം. ഈ ഒരു ഭാഗം അവസാനിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വധുവരന്മാർ മോതിരം കൈമാറിയിരിക്കുകയാണ്. ഈ മോതിരം കൈമാറുക എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങൾ സഭ നൽകുന്നു. പ്രത്യേകിച്ച് മോതിരം എന്ന് പറയുമ്പോൾ അതൊരു റിംഗാണ്, വട്ടത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിനാദ്യവുമില്ല, അതിനവസാനവുമില്ല. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പവും ഇത് തന്നെയാണ്. ദൈവം ആദിയും അന്ത്യവും ഇല്ലാത്തവനാണ്. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമായിരിക്കണം. അതൊരു മാനുഷികമായിരിക്കുന്ന മുഖമല്ല, അതൊരു ദൈവികമായിരിക്കുന്ന ഇച്ഛയും ദൈവികമായിരിക്കുന്ന കൃപയുമാണ് ഈ ഒരു ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം അവസാനം വരെ നിലനിൽക്കുവാൻ, അത് മറ്റൊരു തരത്തിലും വീഴ്ച വഹിക്കാതിരിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അവൾക്ക് ലഭിച്ചിരിക്കുന്നതായ പ്രിയപ്പെട്ടവനെ എന്നും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ സാറ അബ്രഹാമിനെ വിളിച്ചിരുന്ന യജമാനൻ എന്നാണ്. തീർച്ചയായിട്ടും ബഹുമാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ, ആദരവോടുകൂടെ എന്നും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൽ നിങ്ങളുടെ ജീവിതം പുലരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നടക്കുന്നതായ ശുശ്രൂഷകൾ, വിവാഹ കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയുടെ ആ ഒരു അനുഭവമാണ് ഇനിയുള്ളതായ രണ്ടാമത്തെ ഭാഗത്തിലാണ് പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് രണ്ട് വ്യക്തിത്വങ്ങളാണ് നിങ്ങൾക്ക് രണ്ട് ആശയങ്ങളുണ്ട്, രണ്ട് ചിന്തകളുണ്ട്, രണ്ട് ഇച്ഛകളുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ തന്നെ ഇറങ്ങി വരണം. അങ്ങനെ വരുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ ആ ഒരു സക്സസ്, ആ ഒരു സ്ഥിരത എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മറക്കുവാനും പൊറുക്കുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള മനസ്സ് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഈ കിരീടന്മാരുടെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഇവിടെ നടക്കുന്നതായ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ആദിമ നീതിജ്ഞരെ എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതലുള്ള കുടുംബങ്ങളെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ ആദ്യോടൊന്നും പങ്കുചേരണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും എണീറ്റ് നിന്ന് രണ്ടാമത്തെ ശുശ്രൂഷയാണ്. പ്രത്യേകിച്ചും ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം എന്നുള്ളതായ ആ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ മനസ്സിൽ എല്ലാവരും അതിൻ്റെ സ്റ്റാൻസ അവസാനിക്കുന്ന ഇപ്രകാരമാണല്ലോ: ഈ ദാസരെ വാഴ്ത്തണമേ എന്നുള്ളതായ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചുണ്ടുകളിലും ഉണ്ടാകട്ടെ. ഈ മക്കളെ നമുക്ക് വാഴ്ത്തുവാൻ, ദൈവം വാഴ്ത്തുവാൻ, അനുഗ്രഹിക്കുവാൻ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീർന്നു. ദൈവമായ കർത്താവായ അഴിവില്ലാത്ത മണവരക്ക് നിങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിൽ നിന്നോട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുമാറാകണമേ. Radha,
നിന്റെ നൽവരങ്ങളെ ശ്രേഷ്ഠതാൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പിതാവുത്രനും പരിശുദ്ധരുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. കരുണയും മനോഗുണവും യാചിക്കണം. കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മാന്യമാകാതെയും സദായിപ്പോഴും തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും നിൽക്കുന്നവരും മാലാഖമാർത്തന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ആരാധനിക്കുന്ന ആരാധനവും തന്റെ ദുർലഭമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ തിരികെ വരുത്തുകയും തന്നിൽ ധന്യമായി പോലും ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം നിന്നോട് സമീപിക്കുകയും ചെയ്ത മഹോദരൻ
ആരാധിക്കുന്നവനും ഏതൊരു ജ്ഞാനിക്കും താർക്കികനും തന്റെ തൃത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നെ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്കായി നൽകുന്ന ദിവസങ്ങൾ മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിളിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയമായ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവിനെയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായി കൊള്ളണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുന്നവണ്ണം നിന്റെ ന്യായപ്രമാണം മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഈ നിന്റെ മക്കൾക്ക് നീ കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. കർത്താവേ, നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണത്തിൽ നിന്ന് വിദൂരസ്ഥമായി വർത്തിക്കുവാനാകണമേ. നിന്റെ പരിശുദ്ധ വിഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്നോട് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ നിന്റെ ആത്മീയ മുദ്രതോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേദക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനമാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രിയമുള്ളവനുമാകുന്നല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുന്നു. Hallelujah.
സാക്ഷാൽ സത്യമണവാളനുമാകുന്ന കർത്താവേ, ഇപ്പോൾ നിന്റെ ബലിപീഠത്തിന്റെ മുൻപാകെ തലവണങ്ങി നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധരൂപം അംഗീകരിച്ചുകൊണ്ട് അവിടെ അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതു തർക്കരം ഇവരുടെ മേൽ നീ ആവസിപ്പിക്കണമേ. ആത്മീയമായ മണവറയെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളായിരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്തുനിന്നുള്ള നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും കരയ്ക്കുകയും ചെയ്യുമാറാകണമേ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേ. എന്നാൽ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് തലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹാ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടും വണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ തേജസ്വിനിയായ തുകിയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മിശിഹാ സ്വന്തം പ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാവുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പേ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാൻ നമ്മുടെ ശിക്ഷയായി ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദ്യരുടെ അന്ത്യത്തിലെത്തി ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പരീക്ഷന്മാർ നടത്തിയെന്ന്
ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഓരോരുത്തരും പറഞ്ഞു, ആദ്യം സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവരുണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ വിധിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്തന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധ കുറ്റമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചതല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ഡന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ഡന്മാരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ഡന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ഡന്മാരുമുണ്ട്. ശക്തനാവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും വഹിക്കപ്പെടുന്ന ശിരസ്സുകളും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വലിയുടയോ കയ്യാ
ശത്രുവിന്റെ തലശക്തിക്കുമെതിരായി അജേയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. യഥാർത്ഥമായ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. ശിഹാദിന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലത്ത് കൈവന്ന് നിങ്ങൾ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ കുരുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ജീവൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിന് മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് വലിമഞ്ഞ് ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.
നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും കുറ്റക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ഭാഗത്തെ കടനെ പോലെ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായ സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെ നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരയറ്റാം. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവമയത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീവാഴി വെളിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാവുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരും ശുമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ ശിവശിയുടെ വരുന്നവരെയും എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ടാണ് എന്നറിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോട് ചേർന്ന് സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവുമായിട്ട് ഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന ഇന്നതുവരെയുടെ സ്വർഗീയ സിംഹാസനം കേൾക്കപ്പെട്ടവ അംഗീകരിക്കപ്പെട്ടവയായി തീരണമേ. പള്ളിയുടെ എല്ലാ ആശംസകളും ഇപ്പോൾ നേരുകയാണ്. ബഹുമാനപ്പെട്ട വികാരി മണലേച്ചൻ ഈ ഇടവകയുടെ ഒരു സ്നേഹ സമ്മാനം ഇപ്പോൾ നവദമ്പതികൾക്ക് നൽകുന്നു. തങ്ങളുടെ പ്രഥമ കാണിക്ക സമർപ്പിച്ചുകൊണ്ട് മണവാളൻ മണവാട്ടിയും ദേവാലയത്തിൽ നേർച്ച സമർപ്പിക്കുകയും Maybe it's the way you say my name. Maybe it's the way you play your game. But it's so good. I've never known anybody like you. But it's so good. I've never dreamed of nobody like you. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you'd be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. I think that you are the one for me, 'cause it gets so hard to breathe when you're looking at me. I've never felt so alive and free. When you're looking at me, I've never felt so happy. दीवार प्रेमनिया मौसम छे, अब आओ मेरे पास, रह जाओ मेरे साथ. प्रेमनिया मौसम छे, हो गई रात, मन भूलो दीवार. प्रेमनिया मौसम छे, अब आओ मेरे पास, रह जाओ मेरे साथ. प्रेमनिया मौसम छे, मिल जाए मुझको अगर साथ तेरा, तो भूलूं मैं सारा जहां. सोगाड़ा तारा, छबीला तारा, रंगीला तारा, रंग बेर जुए तारी बात. सोगाड़ा तारा, ओए छबीला तारा, ओए रंगीला तारा, रंग बेर जुए तारी बात रे. तू होगी 1 2 2 ओ कुड़िए what to do, ओ हो गई मुंडे दी पतंगा वर्गी, तू एवें उड़दी, ओ हो गई मुंडे दी.
ਰੀਲਾਂ ਤੇ ਚੱਲਦੀ ਟੁਕ ਟੁਕ ਤੂੰ ਕਰਦੀ ਮੇਕਅਪ ਤੂੰ ਕਰਦੀ ਆ ਅੰਗਰੇਜ਼ੀ ਪੜ੍ਹਦੀ ਗਿਟ ਪਿਟ ਤੂੰ ਕਰਦੀ ਜਿਵੇਂ ਕੋਈ ਨੀ ਸਾਡੀ ਵਿਕਟੋਰੀਆ ਤੂੰ ਕੰਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਤੂੰ ਕੰਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ലത്തിരി പുത്തിരി കത്തിച്ച കൽവിലെ തേനലിക്കണ രാവ് രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണ റോള് മരന്റെ കൽവിലെ ആനന്ദ മുത്തുന്ന ചെഞ്ചേറും മുഞ്ചുള്ള നാള് ഓളുന്ന പത്ത് കിതാബിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ് രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം തഞ്ചത്തില് താളത്തില് കാനൂത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടാകിട്ടാടാനയാളുണ്ടോ ഓളിങ്ങോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണും ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ ഇവരുടെ കുടുംബജീവിതത്തിൽ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് അരുളി ചെയ്ത ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ പ്രകാശം എല്ലാ അന്ധകാര വഴികളിൽ നിന്നും ഇവരെ കാത്ത് പ്രകാശത്തിന്റെ വഴികളിലൂടെ ഇവരെ നടത്തട്ടെ എന്ന പ്രാർത്ഥനയുമായി ഇപ്പോൾ വരനും വധുവും ചേർന്ന് ആ ദീപം തെളിയിച്ച് അവരുടെ കുടുംബജീവിതത്തിന് ആരംഭം കുറിക്കും. പരസ്പരം പങ്കുവയ്ക്കും എന്നുള്ളതായ വലിയ സന്ദേശത്തെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് പ്രിയപ്പെട്ട വധുവരന്മാർ ചേർന്ന് ആ വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവരുടെ കുടുംബജീവിതം എന്നും മധുരമുള്ളതായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വധുവരന്മാർ ചേർന്ന് ആ വെഡ്ഡിംഗ് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവയ്ക്കും. പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവേ, നിന്റെ കൃപയാ ഭക്ഷിപ്പാനും പാനം ചെയ്യാൻ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആഹാരത്തെയും നിന്റെ കരുണയോർത്ത് നിന്റെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ. ഇപ്പോൾ ഭക്ഷണം വിളമ്പാവുന്നതാണ്. നവദമ്പതിമാർക്ക് സമ്മാനങ്ങൾ നൽകുവാനായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നവദമ്പതികൾക്ക് നിരിമംഗലം കൊല്ലൻകിഴക്കേതിൽ കുടുംബയോഗത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ആദ്യമേ തന്നെ നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വരൻ എമിൽ നിരിമംഗലം കൊല്ലൻകിഴക്കേതിൽ കുടുംബയോഗത്തിൻ്റെ കുടുംബത്തിലെ പഴൂർ കണിയാട്ടുകാലയിൽ ശാഖയിൽ പെട്ട ഒരംഗമാണ്. എമിലിൻ്റെ പ്രിയപ്പെട്ട നവവധു അനുമോൾ എബ്രഹാമിനെ ഈ സമയം ഞാൻ കൊല്ലൻകിഴക്കേതിൽ കുടുംബത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി എല്ലാ കൊല്ലൻകിഴക്കേതിൽ കുടുംബത്തിലെ അംഗങ്ങളുടെയും പേരിൽ തന്നെ And I've heard of a love that comes once in a lifetime, and I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you'd be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions all of the time, praying to God that one day you'll be mine. Wishing on dandelions all of the time, all of the time. Dandelion, into the wind you go, won't you let my darling know? Dandelion, into the wind you go, won't you let my darling know that I'm in a field of dandelions, wishing on
കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട്, അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്, കണ്ണാടി പുഴയിലെ പൂന്തിരകൾ. കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്? ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പു കുലയ്ക്കണതാര്? അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തി കുത്തൊടുമാറാ. തൂവെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്ന് കണ്ടേ. ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ. എന്തൊരു ചേലാണ്, നെഞ്ചില് നീരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ, ഇതിലെ വാ, കനവിലെ ചിറകുമായി. പകലിലെ വഴികളിൽ വെയിലു പോലണയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റ
മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. ഗമപപ്പത്തപ്പ ഗമപപ്പത്തപ്പ ഗമപപ്പ മമദത്തസ കിദരിദപ്പ ഗമപപ്പത്തപ്പ ഗമപപ്പസപ്പ ഗമപപ്പ മമദത്ത പരമഗരി മഗരി ഗരിഗ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. हारा पे हारा दिल का शिकारा, पल में सितारा पल में गुलरेजा. हारा पे हारा दिल का शिकारा, चाहत में यारा